അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിനെതിരെ വീണ്ടും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ചില കേസുകളിൽ എജിയുടെ ഓഫീസിന് അമിത താൽപര്യമാണെന്ന് കോടതി വിമർശിച്ചു. കേസ് നടത്തിപ്പിൽ എജി ഓഫീസിന്റെ കെടുകാര്യസ്ഥത സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. അതേസമയം ഹൈക്കോടതിയുടെ വിമർശനത്തിനിടയാക്കിയ കേസ് ഫയലുകൾ ചീഫ് ജസ്റ്റിസ് വിളിപ്പിച്ചു. 5 കേസുകളുടെ ഫയലുകളാണ് എജി ഓഫീസിൽ നിന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പരിശോധനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എജിയുടെ മകൻ എതിർകക്ഷികൾക്കു വേണ്ടി ഹാജരായ കേസിലാണ് എജിയുടെ ഓഫീസ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് ഇരയായത്. റവന്യൂ ജീവനക്കാർക്കെതിരെയുള്ള വിജിലൻസ് നടപടി സംബന്ധിച്ചായിരുന്നു കേസ്. ചില കേസുകളിൽ എജിയുടെ ഓഫീസിന് പ്രത്യേക താൽപര്യമാണെന്ന് കോടതി വിമർശിച്ചു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇത് പ്രഥമ ദൃഷ്ട്യാ കോടതിയെ ലക്ഷ്യമാണ്. ഇത് ആവർത്തിക്കാൻ അനുവദിക്കില്ല. എജിയുടെ ഓഫീസ് പുനഃസംഘടിപ്പിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. കേസ് നടത്തിപ്പിൽ എജി ഓഫീസിന്റെ കെടുകാര്യസ്ഥത സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി അന്വേഷിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അന്വേഷണ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം ഹൈക്കോടതി രജിസ്ട്രാർക്ക് നേരിട്ട് സമർപ്പിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതിയുടെ വിമർശനത്തെ തുടർന്ന് സർക്കാർ കേസുകളിൽ എതിർകക്ഷികൾക്ക് വേണ്ടി ഹാജരാകുന്നതിൽ നിന്നും എജിയുടെ മകൻ പിന്മാറി. ഇതിനിടെ എജിയുടെ ഓഫീസിനെതിരെ ജഡ്ജിയുടെ വിമർശനത്തിന് കാരണമായ 5 കേസ് ഫയലുകൾ ചീഫ് ജസ്റ്റിസ് വിളിപ്പിച്ചു. ആക്ഷേപത്തിന് കാരണമായ കേസുകളുടെ ഫയലുകളാണ് ചീഫ് ജസ്റ്റിസ് പരിശോധനയ്ക്കായി വിളിപ്പിച്ചത്. ഒരാഴ്ചയ്ക്കിടെ ഇത് 2ാം തവണയാണ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിനെതിരെ ഹൈക്കോടതിയിൽ നിന്നും രൂക്ഷ വിമർശനം ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹൈക്കോടതി വിമർശനത്തോട് പ്രതികരിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തന്റെ നേരത്തെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും മുഖ്യമന്ത്രി പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഹൈക്കോടതി ആര് വിമർശിച്ചു? ഇപ്പോൾ അലക്സാണ്ടർ തോമസ് ജസ്റ്റിസ് എജി ഓഫീസിലെ വീണ്ടും കെടുകാര്യസ്ഥതയാണെന്ന് പറഞ്ഞാൽ വലിയ രൂക്ഷമായ വിമർശനമാണ്. മുമ്പലത്തെക്കാട്ടും രൂക്ഷമായ വിമർശനം. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക കൗൺസിലിലെ ഫയൽ മോഷണത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിക്ക് പുല്ലുവില. സംഭവത്തിന്റെ പേരിൽ പൊതുഭരണ സെക്രട്ടറി തരം താഴ്ത്താൻ ഉത്തരവിട്ടവർ സെക്ഷൻ ഓഫീസർമാരായി തുടരുന്നു. DLF ഉൾപ്പെടെയുള്ള വിവാദ ഫ്ളാറ്റുകളുടെയും അനധികൃത നിയമനങ്ങളുടെയും ഫയലുകളാണ് ഇവരുടെ അറിവോടെ മോഷണം പോയത്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക കൗൺസിലിലെ നിർണായക ഫയലുകൾ മോഷണം പോയത് പീപ്പിൾ ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. ഇതിൽ അന്വേഷണം നടത്തിയ പൊതുഭരണ സെക്രട്ടറി തരം താഴ്ത്താൻ ഉത്തരവിട്ടവരാണ് ഇപ്പോഴും സെക്ഷൻ ഓഫീസർ സ്ഥാനത്ത് തുടരുന്നത്. കൗൺസിലിലെ അനധികൃത നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ഫയലുകളും DLF ഉൾപ്പെടെയുള്ള വിവാദ ഫ്ളാറ്റുകളുടെ അനുമതിയുമായി ബന്ധപ്പെട്ട ഫയലുകളുമായിരുന്നു മോഷണം പോയത്. നടപടി നേരിടുന്ന RS രശ്മി, SR ബിന്ദു എന്നീ ഉദ്യോഗസ്ഥർക്ക് സെക്ഷൻ ഓഫീസർമാരാകാനുള്ള യോഗ്യതയില്ലെന്നും പൊതുഭരണ സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു. കൗൺസിലിൽ അസിസ്റ്റന്റുമാരായി എത്തിയ ഇവരുടെ പ്രൊമോഷൻ അനധികൃതമാണ്. കൗൺസിലിലെ ഒരു ജീവനക്കാരനും വകുപ്പ് തല പരീക്ഷ പാസ്സായിട്ടില്ലെന്നും പൊതുഭരണ സെക്രട്ടറി കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാ ജീവനക്കാർക്കും വകുപ്പ് തല പരീക്ഷ നടത്താനും ശുപാർശയുണ്ട്. ഫയൽ മോഷണത്തിൽ പോലീസ് അന്വേഷണത്തിനുള്ള കൺട്രോളർ ഓഫ് അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവും നടപ്പായിട്ടില്ല. MR സജേഷ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രി ഹൈക്കോടതി ജഡ്ജിയെ വിമർശിച്ച വിഷയത്തിൽ കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് KPCC വക്താവ് അജയ് തറയിൽ പറഞ്ഞു. പീപ്പിൾ ടിവിയുടെ ന്യൂസ് ആൻഡ് വ്യൂസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലിബിയയിൽ IS ഭീകരർ ബന്ദികളാക്കിയ 4 ഇന്ത്യക്കാരിൽ 2 പേർ മോചിതരായി. കർണാടക സ്വദേശികളായ ലക്ഷ്മികാന്ത്, വിജയകുമാർ എന്നിവരാണ് മോചിതരായത്. മറ്റ് 2 പേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. IS ഭീകരരുടെ പിടിയിലായ 2 പേർ സുരക്ഷിതരായി സിർത്തി യൂണിവേഴ്സിറ്റിയിൽ എത്തിയതായി വിദേശകാര്യ മന്ത്രാലയമാണ് സ്ഥിരീകരിച്ചത്. ഭീകരരുടെ പിടിയിലുള്ള ഹൈദരാബാദ് സ്വദേശികളായ ഗോപികൃഷ്ണ, ബൽറാം എന്നിവരെ മോചിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് വികാസ് സ്വരൂപ് ട്വിറ്ററിലൂടെ അറിയിച്ചു. സിർത്തി യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരായ ഇവർ നാട്ടിലേക്ക് തിരിക്കാൻ ട്രിപ്പോളിയിൽ എത്തിയപ്പോഴാണ് IS ഭീകരർ തട്ടിക്കൊണ്ടുപോയത്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ സ്വാധീന മേഖലയിൽ നിന്ന് ഇന്നലെ രാത്രി 11:30യോടുകൂടിയാണ് 4 പേരെയും കാണാതായത്. 2 പേർ സുരക്ഷിതരായി തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചെങ്കിലും എങ്ങനെ ഇവർ മോചിതരായി എന്ന കാര്യം പുറത്തുവിട്ടിട്ടില്ല. ആഭ്യന്തര കലാപം രൂക്ഷമായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം മുഴുവൻ ഇന്ത്യക്കാരോടും നാട്ടിലേക്ക് മടങ്ങാൻ കേന്ദ്ര സർക്കാർ അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും ലിബിയയിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ നിരവധി ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. യാക്കൂബ് മേമനെ തൂക്കിലേറ്റിയതിന് ഇന്ത്യ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഛോട്ടാ ഷക്കീൽ. യാക്കൂബ് ശിക്ഷിക്കപ്പെട്ടത് ടൈഗർ മേമന്റെ ചെയ്തികൾ മൂലമെന്നും ഛോട്ടാ ഷക്കീൽ. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് ഛോട്ടാ ഷക്കീലിന്റെ ഈ വെളിപ്പെടുത്തൽ. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ അനുയായി കൂടിയായ ഛോട്ടാ ഷക്കീൽ ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചത്. കീഴടങ്ങാനായി യാക്കൂബിന് മുന്നിൽ വാഗ്ദാനങ്ങൾ നിരത്തിയ ഇന്ത്യ പിന്നീട് അദ്ദേഹത്തെ വഞ്ചിച്ചുവെന്നാണ് ഷക്കീലിന്റെ ആരോപണം. യാക്കൂബ് മേമന്റെ മരണത്തിന് ഇന്ത്യ കനത്ത വില നൽകേണ്ടി വരുമെന്നും ഛോട്ടാ ഷക്കീൽ മുന്നറിയിപ്പ് നൽകുന്നു. യാക്കൂബ് മേമന്റെ മരണത്തെ നിയമപരമായി കൊലപാതകമെന്ന് വിശേഷിപ്പിക്കുന്ന ഷക്കീൽ മേമനെ ചതിച്ചു കൊന്നതിലൂടെ ദാവൂദ് ഇബ്രാഹിം ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയിൽ വന്ന് കീഴടങ്ങാനുള്ള സാധ്യതയും അവസാനിച്ചതായി വ്യക്തമാക്കുന്നു. അതേസമയം ടൈഗർ മേമനെയും സംഭാഷണത്തിൽ ഛോട്ടാ ഷക്കീൽ വിമർശിക്കുന്നുണ്ട്. മുംബൈ സ്ഫോടനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ടൈഗർ മേമനാണെന്നും ദാവൂദ് ഇബ്രാഹിമിനോ യാക്കൂബ് മേമനോ അതുമായി ബന്ധമില്ലെന്നും ഛോട്ടാ ഷക്കീൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഇന്ത്യൻ സർക്കാരോ ഇന്ത്യൻ ഏജൻസികളോ നൽകുന്ന മധുര വാഗ്ദാനങ്ങൾ ആരും സ്വീകരിക്കില്ലെന്ന നിലപാടും വ്യക്തമാക്കുന്നതാണ് ഛോട്ടാ ഷക്കീലിന്റെ സംഭാഷണം. ന്യൂസ് ഡെസ്ക്.
ഡീസലിന്റെയും പെട്രോളിന്റെയും വില കുറച്ചു. പെട്രോളിന് 2 രൂപ 43 പൈസയും ഡീസലിന് 3 രൂപ 60 പൈസയുമാണ് കുറച്ചത്. സബ്സിഡി ഇല്ലാത്ത പാചകവാതകത്തിന്റെ വില 23 രൂപ 50 പൈസയും കുറച്ചിട്ടുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ പ്രതിഷേധമുയരുന്നു. സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയതെന്നും യൂണിയൻ ഭാരവാഹികൾ ആരോപിച്ചു. സംഘപരിവാറുമായി യോജിക്കാൻ തയ്യാറല്ലെന്നും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും യൂണിയൻ ഭാരവാഹികൾ ആലപ്പുഴയിൽ പ്രതികരിച്ചു. ജാതിമത ചിന്തകൾക്കെതിരെ നിലകൊള്ളുന്ന മഹത് പ്രസ്ഥാനത്തെ സംഘപരിവാറിന്റെ കീഴിൽ കൊണ്ടുവരാനുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ നടപടിക്കെതിരെയാണ് യൂണിയൻ ഭാരവാഹികൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ ഡയറക്ടർ ബോർഡ് ഭാരവാഹികളുടെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിലുള്ള നിർണായക ചർച്ചകൾ നടക്കാറ്. എന്നാൽ SNDPയുടെ ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മകനും വൈസ് പ്രസിഡന്റുമായ തുഷാറും ചേർന്ന് BJP നേതാക്കളുമായി ചർച്ച നടത്തിയത്. മകനെ രാജ്യസഭയിൽ എത്തിക്കുന്നതിന് വെള്ളാപ്പള്ളി SNDPയുടെ മാനദണ്ഡങ്ങൾ തന്നെ ലംഘിച്ചുകൊണ്ടാണ് സംഘപരിവാറുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് ഭാരവാഹികൾ പറയുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഇപ്പോഴത്തെ നിലപാട് കടുത്ത ഗുരുനിന്ദയാണ്. ഇദ്ദേഹം SNDP യോഗത്തിന്റെ അന്തകനായി മാറിയിരിക്കുകയാണ്. കാരണം ജാതിയും മതവും ആയുധമാക്കി അധികാരമോഹവും രാഷ്ട്രീയ നേട്ടവും കൊയ്തെടുക്കാനുള്ള വെള്ളാപ്പള്ളി നടേശന്റെയും തുഷാർ വെള്ളാപ്പള്ളിയുടെയും നീക്കം SNDP യോഗത്തിന്റെ പ്രസക്തി തന്നെ ഇല്ലാതാക്കും. 95-ൽ വെള്ളാപ്പള്ളി നടേശൻ അധികാരത്തിൽ വന്ന ശേഷമാണ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് തന്നെ മാറ്റം വന്നിരിക്കുന്നത്. 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വെള്ളാപ്പള്ളിക്കെതിരെ അഭിപ്രായം ഉന്നയിക്കുന്നവരെ മാറ്റി നിർത്തി അടുപ്പക്കാരെ കൊണ്ട് മാത്രം വോട്ട് ചെയ്യിക്കുകയാണ് പതിവ്. 16,000-ത്തിലധികം വോട്ടർമാരാണ് SNDP യൂണിയനിലുള്ളത്. എന്നാൽ 4,000 പേർ മാത്രമാണ് നേരിട്ടെത്തി വോട്ട് ചെയ്യുക. ബാക്കി മുഴുവൻ കള്ളവോട്ടുകളാണ് വീഴുന്നതെന്നും ഇവർ പറയുന്നു. നിലവിലുള്ള പ്രതിനിധികളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ തന്നെ ഇത് വ്യക്തമാകും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. വെള്ളാപ്പള്ളിക്കെതിരെ ഗോകുലം ഗോപാലൻ. വെള്ളാപ്പള്ളിയെ പരിഹാസത്തോടെയാണ് പ്രവർത്തകർ കാണുന്നതെന്നും SNDPയെ ഏതെങ്കിലും പാർട്ടിയുമായി ചേർക്കാൻ വെള്ളാപ്പള്ളിക്ക് അവകാശമില്ലെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു സംഘടന ആരംഭിച്ച് BJPയിലോ ഏത് കക്ഷിയിലും വേണമെങ്കിൽ, അതായത് ഇന്ന് SNDP യോഗം എന്ന് പറയുന്നത് SNDP യോഗത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്, എല്ലാവരും ചേർന്ന ഒരു സാമൂഹിക സാംസ്കാരിക സംഘടന SNDP. ആ SNDP യോഗത്തിന് ഒരു പ്രത്യേക കക്ഷിയായി ചേർക്കാനുള്ള അധികാരം വെള്ളാപ്പള്ളി നടേശനില്ല. അതാണ് അങ്ങനെ അദ്ദേഹം ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധരിപ്പിക്കുന്നവരാണ് വിജയമെന്നാണ് എൻ്റെ അഭിപ്രായം. പാമുലിൻ സലിംരാജ് കേസുകളിൽ സഹായിച്ചതിന് പ്രത്യുപകാരമായാണ് AGയെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. RSSുമായി ബന്ധം സ്ഥാപിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ CPMനെതിരെ ദുരാരോപണം ഉന്നയിക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എടാപോടാ ശൈലി പാർട്ടിക്കില്ലെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. ആരെയെങ്കിലും എടാ എന്നോ പോടാ എന്നോ വിളിച്ച് രാഷ്ട്രീയ പോരത്ത് നടന്നൊരു ശൈലി CPMനില്ല. ഇത് CPMനെതിരായിട്ട് ഇത്തരം ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് RSSുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള ബോധപൂർവമായ നീക്കത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ BJPയുമായി ബന്ധപ്പെടണം എന്ന് SNDPയുടെ നേതൃത്വം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ടുകൊള്ളട്ടെ. അതിന് CPMനെതിരായിട്ടുള്ള ഇത്തരം ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് അവർ പിന്തിരിയണം. ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി വിവിധ കേസുകളിൽ ഇടപെട്ട അഡ്വക്കേറ്റ് ജനറലിനോട് പ്രത്യുപകാരം ചെയ്യുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഇന്നലെ നിയമസഭാ സമ്മേളനം കഴിഞ്ഞു. ഇന്നലെക്കുള്ളിൽ ഇലക്ഷൻ നടക്കേണ്ടതായിരുന്നു. ഇതിൻ്റെ ഫലമായി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തന്നെ വേണ്ട എന്ന് വെച്ച സമീപനത്തിലേക്ക് UDF ചെന്നെത്തി. RSPക്ക് ആ സീറ്റ് കൊടുക്കില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു. എന്നിട്ടും അവരെ പിന്നാലെ തന്നെ നടക്കാനാണ് RSP ഉദ്ദേശിക്കുന്നത്. അവർ അനുഭവിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. വിനോദയാത്രയ്ക്കെത്തിയ 51 പേരുടെ സംഘം കയറിയ ഹൗസ് ബോട്ട് വേമ്പനാട്ട് കായലിൽ മുങ്ങി. തലനാരിഴയ്ക്കാണ് ഇവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കായലിൽ മുങ്ങി താണവരെ നാട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെടുത്തുകയായിരുന്നു. ലണ്ടനിൽ നിന്നും അവധി ആഘോഷിക്കാൻ നാട്ടിലെത്തിയ 6 മലയാളി കുടുംബങ്ങളാണ് പുന്നമടക്കായലിൽ ഹൗസ് ബോട്ട് യാത്രയ്ക്കെത്തിയത്. യാത്ര കഴിഞ്ഞ് മടങ്ങും വഴി തീരത്തോടടുത്ത സമയത്താണ് പെട്ടെന്ന് ബോട്ടിൽ വെള്ളം കയറിയത്. ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിയത് കൊണ്ട് മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത്. ആ സമയത്ത് ഒരു വള്ളം നേരെ താന്നു പോകുന്നതാണ്. കാരണം ഞാൻ ഈ ബോട്ടുമായിട്ട് 10-35 വർഷമായിട്ടുള്ള പരിചയമുള്ള ആളാണ്. അപ്പോൾ അത് താന്നു പോകുന്നത് ഞാൻ കാണുന്നു. അപ്പോൾ ഞാൻ പറയടാ വള്ളം വിടറാ കയറ്റി ആളെ എന്നത്. പക്ഷേ അവസരോചിതമായിട്ടുള്ള രീതിയിൽ എല്ലാ ആൾക്കാരും, എല്ലാ ഹൗസ് ബോട്ടിലുള്ള ജീവനക്കാരും എല്ലാം, പക്ഷേ ഫയർഫോഴ്സോ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു സമീപനം ഉണ്ടായിട്ടില്ല. 22 കുട്ടികളും 13 സ്ത്രീകളുമടക്കം 51ഓളം പേരായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത്. 2 നിലകളിലായുള്ള ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ബോട്ടിന്റെ ആദ്യ ഭാഗം പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. താഴത്തെ നിലയിലായിരുന്നു 5 ബെഡ്റൂമുകൾ ഉണ്ടായിരുന്നത്. കാലപ്പഴക്കം ചെന്ന ബോട്ടാണ് യാത്രയ്ക്കൊരുക്കിയതെന്ന് ജീവനക്കാർ തന്നെ പറയുന്നു.
പോർട്ടിന്റെ കീഴിലാണ് ഇപ്പോൾ ഹൗസ് ബോട്ടുകളുടെ പരിശോധനയും മറ്റും നടക്കുന്നത്. ആവശ്യത്തിന് ജീവനക്കാരുണ്ടെങ്കിലും കൃത്യമായി ഇവർ ബോട്ടുകളിൽ പരിശോധന നടത്താറില്ല എന്നതിന് വ്യക്തമായ തെളിവാണ് ഈ അപകടം. കായലിന്റെ നടുവിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചതെങ്കിൽ വൻ ദുരന്തത്തിന് തന്നെ കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരുമായിരുന്നു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. PDP നേതാവ് അബ്ദുൾ നാസർ മദനി പ്രതിയായ ബാംഗ്ലൂർ സ്ഫോടന കേസിലെ വിചാരണ വൈകുന്നതിൽ സുപ്രീം കോടതിക്ക് അതൃപ്തി. കേസ് വേഗത്തിൽ നടത്താത്തതിന് കർണാടകയെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. വിചാരണ നടത്താൻ പ്രത്യേക കോടതി രൂപീകരിക്കുന്നതിനെക്കുറിച്ച് മറുപടി നൽകാൻ കർണാടകയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. അബ്ദുൾ നാസർ മദനിക്ക് ചികിത്സാ ജാമ്യം അനുവദിച്ച 2014 നവംബർ 14 ഉത്തരവിൽ കർണാടകയോട് 4 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ 8 മാസം കഴിഞ്ഞിട്ടും വിചാരണയുടെ ഒരു ഘട്ടം പോലും കർണാടക സർക്കാർ പിന്നിടാത്തതാണ് സുപ്രീം കോടതിയെ പ്രകോപിപ്പിച്ചത്. കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് അംഗീകരിക്കാനാകില്ല. ഇത്തരം കേസുകളുടെ വിചാരണ വൈകിക്കരുതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. പ്രതികളും സാക്ഷികളും അടക്കമുള്ളവരുടെ വാദം പകുതിയിലേറെ പൂർത്തിയാക്കിയ പരപ്പന അഗ്രഹാര ജയിലിലെ കോടതിയിൽ നിന്നും കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റിയത് വിചാരണ നീളാൻ കാരണമാക്കിയതായി മദനി കോടതിയിൽ ചൂണ്ടിക്കാട്ടി. പഴയ കോടതിയിലേക്ക് വിചാരണ മാറ്റണം. നിലവിൽ ജയിലിൽ നിന്നും പ്രതികളെ എല്ലാ ദിവസവും കോടതിയിലേക്ക് കൊണ്ടുപോകാൻ ഏറെ സമയം വേണ്ടിവരുന്നു. നേരത്തെ ജയിലിനുള്ളിൽ കോടതി ഉണ്ടായിരുന്നപ്പോൾ ഇത്തരത്തിലുള്ള സമയനഷ്ടം പരിഹരിക്കാൻ കഴിയുമായിരുന്നുവെന്ന് മദനിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ വാദിച്ചു. ഇതേ തുടർന്ന് വിചാരണയ്ക്ക് മാത്രമായി കോടതി രൂപീകരിച്ചുകൂടെയെന്ന് ജസ്റ്റിസ് ജെ ചെലമേശ്വർ അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. ഇക്കാര്യത്തിൽ മറുപടി പറയാൻ സമയം വേണമെന്ന് കർണാടകയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ രാജു രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. സമയമനുവദിച്ച കോടതി 2 ആഴ്ചയ്ക്കകം രേഖാമൂലം മറുപടി നൽകാൻ ഉത്തരവിട്ടിട്ടുണ്ട്. കേസ് അടുത്ത മാസം വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൈരളി TV ഒരുക്കുന്ന ജനപ്രിയ റിയാലിറ്റി ഷോയായ മാമ്പഴം ഒരിക്കൽ കൂടി മലയാളിയുടെ സ്വീകരണ മുറിയിലേക്ക് എത്തുന്നു. മാമ്പഴത്തിന്റെ ചിത്രീകരണത്തിന് കൈരളി TV കൊച്ചി സ്റ്റുഡിയോയിൽ തുടക്കമായി. കവിതകൾക്ക് ദൃശ്യാവിഷ്കാരം കൂടി ഒരുക്കുന്നുവെന്നതാണ് ഇക്കുറി മാമ്പഴത്തിന്റെ സവിശേഷത. പ്രശസ്ത കവി കെ ജയകുമാർ IAS, ആലങ്കോട് ലീലാകൃഷ്ണൻ, ചലച്ചിത്ര താരവും ഗായികയുമായ രമ്യ നമ്പീശൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിച്ചതോടെ ചിത്രീകരണത്തിന് തുടക്കമായി. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച 36 കവിതകൾ കോർത്തിണക്കി മത്സരാർത്ഥികൾ ചേർന്നൊരുക്കിയ രാഗമാലിക ചടങ്ങിനെ അവിസ്മരണീയമാക്കി. മാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീ കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവായി ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. 17 മത്സരാർത്ഥികളാണ് ഇക്കുറി മാമ്പഴത്തിൽ അണിനിരക്കുക. ഓരോ മത്സരാർത്ഥിയും 3 റൗണ്ടുകളിൽ വീതം മാറ്റുരയ്ക്കണം. വരതരം പോലെ വരയ്ക്കണം ഇന്ത്യൻ എന്നൊരു പേര് തലയിൽ കുറിക്കണം. ചുറ്റിനും കടൽ നീലയും കുന്നിനെറുകയും ചാർത്തണം. കവിതയുടെ ദൃശ്യാവിഷ്കാരം ഉൾപ്പെടുന്ന റൗണ്ടാണ് പുതിയ മാമ്പഴത്തിന്റെ സവിശേഷത. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 7-ന് മലയാളിയുടെ സ്വീകരണ മുറികളിൽ കവിതയുടെ വസന്തകാലം തീർത്ത് മാമ്പഴമെത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.